ഹലോ, അതെ, കൊടുക്ക. ഭാമേ, ഇപ്പൊ വരും. ആരാ മനുട്ടാ? ചോദിച്ചില്ല. ഹലോ. ആഹാ, ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇന്നാണോ വിളിക്കുന്നേ? ആ, എന്തായി? അതെയോ? ഓ ശരി, അങ്ങനെയാണ് പിന്നെ എനിക്ക് കേസ് കൊടുക്ക. എല്ലാവരോടും ശരിക്കും ആലോചിച്ചല്ലോ അല്ലേ? ആ, എപ്പോ വരും? ഇപ്പോഴോ? ഓ കുഴപ്പമില്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ശരി. അച്ഛനും മോനും തമ്മിലുള്ള അതിർത്തി തർക്കം മോനുണ്ടാ. മകനാ എന്റെ കക്ഷി. മകൻ അച്ഛനെതിരെ കേസ് കൊടുക്കാനോ? തർക്കം ഉണ്ടാവും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മധ്യസ്ഥതയ്ക്ക് ഒരുപാട് നോക്കിയത്, പക്ഷെ രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലേ. അപ്പൊ പിന്നെ കേസ് കൊടുക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന മകനാണോ ഇങ്ങോട്ട് വരാൻ പോകുന്നത്? അതല്ലേ പറഞ്ഞത്. ഇതെന്താ ഇപ്പൊ മോനായിട്ട് മലയാളം പറഞ്ഞ് മനസ്സിലാവൂലേ? ആമേ, വക്കീലായാലും വില്ലേജ് ഓഫീസറായാലും നമുക്ക് സമൂഹത്തോട് ചില ബാധ്യതകളുണ്ട്. അത് നീ മറക്കരുത്. സ്വന്തം അച്ഛനെതിരെ കേസ് കൊടുക്കുന്ന ഒരു മകന് വേണ്ടി നീ കോടതിയിൽ പോയി എന്ന് നാട്ടുകാർ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ മോഹനേട്ടാ, നാട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചും കേട്ട് നമുക്ക് കേസ് വാദിക്കാൻ പറ്റുമോ? എന്നെ കാണാൻ വരുന്ന കക്ഷിയുടെ കേസ് വാദിക്കുക, അതല്ലേ എന്റെ ജോലി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. നീ ഒരു സാധാരണ വക്കീലല്ല. നിന്റെ ഭർത്താവായ ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതും ഒരു സാധാരണ വില്ലേജ് ഓഫീസർ അല്ല. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തൊരു വില്ലേജ് ഓഫീസർ. അങ്ങനെയുള്ള എന്റെ ഭാര്യ ഇത്തരം ഒരു കേസ് വാദിക്കാൻ പോയി എന്നറിഞ്ഞാൽ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കും. അവരവരുടെ മൂക്കത്തല്ലേ വിരൽ വെക്കുന്നത്, പിന്നെന്താ പ്രശ്നം? വെച്ചോട്ടെ. ഭാമേ, ഇത് ഞാൻ സമ്മതിച്ചേരില്ല. ഈ ഒരൊറ്റ കേസോടെ നാട്ടുകാർ എന്നെ കളിയാക്കാൻ തുടങ്ങും. നിനക്കറിയാമോ, പുതിയ ഡെപ്യൂട്ടി തഹസിൽദാർ ഏലിയ സാർ ഇന്നലെ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. പുള്ളിക്കാരൻ കണ്ണൂരിൽ നിന്ന് സ്ഥലം മാറി വന്നതാ. എന്നിട്ടും എന്നെ പറ്റി എല്ലാം അറിയാം. എന്തൊക്കെയാ എന്നെ പറ്റി പറഞ്ഞെന്നറിയാമോ? സത്യം പറയാലോ മോനേഷണ, ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയപ്പോ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ചു. അതെന്റെ ഒരു പഴയ ശീലമാ. നമ്മളൊരിടത്ത് ജോലി ചെയ്യാൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെയുള്ള കേമന്മാരെയും വില്ലന്മാരെ പറ്റിയൊക്കെ എല്ലാ കാര്യവും അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അത് വളരെ ശരിയാണ്. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാ കെ മോഹനകൃഷ്ണൻ എന്ന പേര് കണ്ണിപ്പെട്ടത്. മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇത്രയധികം മതിപ്പുള്ള വേറൊരാളെ ഈ വകുപ്പിൽ കാണില്ല. അങ്ങനെയൊന്നുമില്ല സാർ. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു സത്യസന്ധമായി, അത്രേ ഉള്ളൂ. അത് മോഹനകൃഷ്ണൻ വിനയം കൊണ്ട് പറയുന്നതല്ലേ. താനങ്ങനെ ഒരു ചെറിയ കക്ഷിയല്ല. മോഹനകൃഷ്ണനെ പോലുള്ളവരാണ് ഈ വകുപ്പിന്റെ അഭിമാനം. അത് ശരിയാ സർ. മോഹനേഷ് സാറിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സർ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്നാണല്ലോ. കാഞ്ചന പറഞ്ഞത് കൊള്ളാം. പക്ഷേ നിങ്ങളൊക്കെ ഗതികേട് കൊണ്ട് മോഹനകൃഷ്ണനെ സഹിക്കല്ലേ? ഇക്കൂട്ടത്തിൽ കൈക്കൂലി വാങ്ങാൻ താല്പര്യമില്ലാത്ത എത്ര പേരുണ്ട്? ഞങ്ങളൊന്നും കൈക്കൂലി വാങ്ങില്ല സർ. കൈക്കൂലി ഒന്ന് കേൾക്കുന്നതേ ഞങ്ങൾക്ക് അലർജിയാ. അല്ലേ ശിശുപാലൻ ചേട്ടാ? പിന്നെ അല്ലാതെ. കഴിഞ്ഞ ആഴ്ച പൂക്കട നടത്തുന്ന സുന്ദരേശൻ ഒരു കുപ്പി ബ്രാൻഡി കൈക്കൂലിയായിട്ട് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല സർ. നിങ്ങളെ പറ്റിയൊക്കെ ഞാൻ ശരിക്കും അന്വേഷിച്ചു. മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസർ ആയത് പിന്നെ 10 പൈസ കൈക്കൂലി വാങ്ങാൻ പറ്റാതെ ഇയാൾക്ക് പ്രൊമോഷനോ സ്ഥലമാറ്റവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കുന്ന കക്ഷികളല്ലേ നിങ്ങളൊക്കെ? മോഹനകൃഷ്ണ, വലിയ വായി വർത്താനം പറയാൻ എളുപ്പമാ, പക്ഷെ പ്രവർത്തിച്ച് കാണിക്കാനാണ് പ്രയാസം. താൻ കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്ന ആളാ. തന്നെ പോലുള്ളവർ റവന്യൂ വകുപ്പിലെ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ റവന്യൂ വകുപ്പ് രക്ഷപ്പെടും, നാട്ടിലെ സാധാരണക്കാരും രക്ഷപ്പെടും. കാഞ്ചനയും ശിശുപാലനും സ്വയംപ്രഭയൊക്കെ കേട്ടു നിൽക്കുമ്പോഴാണ് ഏലിയ സാർ അങ്ങനെയൊക്കെ പറഞ്ഞത്. സത്യത്തിൽ അവർക്കൊക്കെ എന്നോട് അസൂയ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് നീ ഇപ്പോ ഈ കേസ് വാദിക്കാൻ പോയാൽ അവരും എന്നെ കളിയാക്കും.
നാട്ടുകാരുടെ മുഴുവൻ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുകയും ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്ന ഒരാളാണ് കെ മോഹനകൃഷ്ണൻ സാർ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ എന്റെ ഭാര്യ ഒരു കുടുംബ വഴക്കിൽ മകന്റെ പക്ഷത്ത് ചേർന്ന് അച്ഛനെതിരെ കേസ് കൊടുക്കാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്റെ മോഹനേട്ടന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ കാര്യത്തിൽ മോഹനേട്ടൻ ഇടപെടുന്നത് ശരിയാണോ? ഞാൻ ഇടപെടും. കാരണം ഞാൻ നിന്നെ പോലൊരു സാധാ വക്കീലല്ല. ഡെപ്യൂട്ടി തഹസിൽദാർ പോലും പുകഴ്ത്തി പറയുന്ന ഒരു വില്ലേജ് ഓഫീസർ. എന്തായാലും ശരി തന്നെ, ഈ കേസ് വാദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോഹനേട്ടൻ ഞാൻ പോയാ മോഹനേട്ടനെ പറ്റി ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ ആളാവുമ്പോ എന്നെ പറ്റി ആളുകൾ എന്തൊക്കെയാ പറയുന്നെന്ന് മോഹനേട്ടൻ അറിഞ്ഞാലോ മോഹനേട്ടൻ ഞെട്ടും. നിന്നെ പറ്റി ഈ ലോകത്ത് നല്ലത് പറയുന്നത് കുറച്ചു മുമ്പ് വിളിച്ചു പോലുള്ള ആൾക്കാരല്ലേ? അവര് പറയുന്ന നിനക്ക് എന്താണ് വില? ഇത് സാറിന്റെ അറിവില്ലായ്മ. എന്നെ പറ്റി ഓരോരുത്തർ പറയുന്ന കേട്ടാലേ മോഹനേട്ടൻ വിശ്വസിക്കൂല. ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. എന്താ ഒരു ഭയങ്കര സംഭവം. എന്താന്ന് പറ. ഞാൻ അഡ്വക്കേറ്റ് നന്ദകുമാർ സാറിനെ കണ്ടു. നന്ദകുമാറോ? സുപ്രീം കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് നന്ദകുമാർ. ആണോ? എവിടെ വെച്ച്? സബ് കോടതിയിലുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് പരമേശ്വരനെ കാണാൻ വന്നെന്ന് പറഞ്ഞ്. അഡ്വക്കേറ്റ് പരമേശ്വരൻ വാദിച്ച ഏതോ കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാ വന്നേന്ന്. വിദ്യയുടെ ബഹളം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ ഭയങ്കര സംഭവമാണെന്ന്. ഇത് ചീള് കേസ്. അഡ്വക്കേറ്റ് നന്ദകുമാർ ആരാ? ദൈവോ? സത്യപാല, ചുമ്മാ വായിത്തോന്നി പറയാൻ നിൽക്കണ്ടോ. സുപ്രീം കോടതിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് നന്ദകുമാർ സാർ. എന്റെ വിദ്യയെ, സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ പോയാ ആരും ഫേമസ് ആവും. അത് വക്കീലിന്റെ മിടുക്കല്ല, കേസിന്റെ പ്രത്യേകതയാ. നമ്മൾ ഇവിടത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ പിടിച്ചുപറിയും പോക്കറ്റടിയും ചീട്ടുകളിയും പോലുള്ള കേസ് വാദിക്കുന്നു. അവരവിടെ സുപ്രീം കോടതിയിൽ കൊലപാതകവും ബോംബ് പൊട്ടിക്കൽ പോലുള്ള കേസ് വാദിക്കുന്നു. അതാണ് വ്യത്യാസം. എന്നിട്ട് സത്യപാലൻ ഇതുവരെ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്ര പോക്കറ്റടി കേസ് വാദിച്ചു? എത്ര എണ്ണം ജയിച്ചു? സത്യപാല, അസൂയ പാടില്ല. നന്ദകുമാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു അഡ്വക്കേറ്റാ. സത്യപാലൻ വക്കീലിനെ അറിയാവുന്നത് എനിക്കും ഭാമയ്ക്കും മാത്ര. മതി വിദ്യയെ, സത്യപാലൻ നീ വെറുതെ വിട്. നന്ദകുമാർ വക്കീൽ എന്നിട്ട് എവിടെയെന്ന് പറ. പോയി. പക്ഷേ ഞാൻ പറയാൻ വന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല. എന്താ? അഡ്വക്കേറ്റ് നന്ദകുമാറും അഡ്വക്കേറ്റ് പരമേശ്വരനും കൂടി സബ് കോടതിയുടെ മുമ്പിലെ വരാന്തേ കൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഞാൻ എതിരെ ചെന്നു. പെട്ടെന്ന് പരമേശ്വരൻ വക്കീല് പറയാ, നന്ദകുമാറെ, ഇത് വിദ്യാലക്ഷ്മി. നന്ദകുമാർ പറഞ്ഞ സത്യഭാമയുടെ കൊളീഗാണെന്ന്. സത്യഭാമേ, നന്ദകുമാർ വക്കീല് നീ വാദിച്ച ഏതോ കേസ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് പരമേശ്വരൻ വക്കീലിനോട് നിന്നെ കുറിച്ച് ചോദിച്ചു. നീ കാര്യമായിട്ട് പറയണോ? പിന്നല്ലാതെ. പരമേശ്വരൻ വക്കീല് പരിചയപ്പെടുത്തിയ പാടെ അഡ്വക്കേറ്റ് നന്ദകുമാർ എന്നോടൊരു ചോദ്യം. അഡ്വക്കേറ്റ് സത്യഭാമ എവിടെയെന്ന്. ഞാൻ പറഞ്ഞു ഓഫീസിലുണ്ട് സാർ, 1 മിനിറ്റ് നിൽക്കാമെങ്കിൽ ഇപ്പൊ വിളിക്കാന്ന്. എന്നിട്ട് അപ്പൊ പുള്ളിക്കാരൻ പറയാ, ഇന്ന് പോയിട്ട് ധൃതിയുണ്ട്, നാളെ എന്തോ ഒരു ആവശ്യത്തിന് വരുന്നുണ്ട്, അപ്പൊ സത്യഭാമയെ നേരിട്ട് വന്ന് കണ്ടോളാന്ന് പറഞ്ഞേക്കാൻ. ഇങ്ങോട്ടോ? എന്റെ മുഖത്തോക്കി പറഞ്ഞതല്ലേ. എന്റെ സത്യഭാമേ, നീ രക്ഷപ്പെട്ടു. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ ജൂനിയർ ആയിട്ട് സുപ്രീം കോടതിയിലും വിലസാം. എന്തു പറയുന്നു?
സുപ്രീം കോടതിയെ വിറപ്പിക്കുന്ന വക്കീലാണ് നന്ദകുമാർ. അയാൾക്ക് എന്നെ പോലൊരു വക്കീലിനെ പറ്റി ഇത്രയും അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ ഞാൻ ആരാ മോളെന്നാ മോനട്ടാ? ആമേ, ഏലിയ സാർ എന്നെ പറ്റി നല്ലത് പറഞ്ഞത് എന്റെ മുഖത്ത് നോക്കിയിട്ട്. ഞാൻ നേരിട്ട് കേട്ട കാര്യമാണ് നിന്നോട് പറഞ്ഞത്. പക്ഷെ നിന്റെ കാര്യമോ? ഈ പറയുന്ന നന്ദകുമാർ വക്കീലിനെ നീ കണ്ടിട്ടുമില്ല, അയാൾ പറയുന്ന നീ കേട്ടിട്ടുമില്ല. പക്ഷെ വിദ്യ കേട്ടതാണല്ലോ. എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? നിന്നെ പറ്റിക്കാൻ വിദ്യാലക്ഷ്മി ഉണ്ടാക്കി പറഞ്ഞൊരു കഥയാണെങ്കിലോ? വിദ്യ എന്തിനാണ് കഥ ഉണ്ടാക്കി പറയുന്നത്? കാര്യമുണ്ടല്ലോ. എന്ത് പറഞ്ഞു വരുമ്പോ നിന്നെ ഒരാളെ ആശ്രയിച്ചാണല്ലോ ഈ വിദ്യാലക്ഷ്മിയും സത്യപാലനും ഒക്കെ ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞില്ലേ പിന്നെന്താ? വിദ്യാലക്ഷ്മി ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോ നിനക്ക് അവളോട് ചെറിയ സ്നേഹം തോന്നിയില്ലേ? അതേ ഉണ്ടായിരുന്നല്ലോ അവളുടെ ഉദ്ദേശം. പിന്നെ മോഹനേട്ടൻ ഇതും പറയും ഇതിനപ്പുറം പറയും. താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 മോഹനേട്ടന്റെ പ്രമാണം. ഹാമേ, എന്തൊക്കെ പറഞ്ഞാലും നീ നേരത്തെ പറഞ്ഞ ആ കേസ് വാദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കാണാനായിട്ട് അയാൾ ഇങ്ങോട്ട് വരട്ടെ. വെച്ചിട്ടുണ്ട് ഞാൻ. സ്വന്തം അച്ഛനെ ബഹുമാനമില്ലാത്തവൻ എന്റെ വീടിന്റെ മുറ്റത്ത് കാല് ചവിട്ടിയാൽ ആ കാല് ഞാൻ തല്ലി പിടിക്കും. നമുക്ക് കാണാം. എന്നെ കാണാൻ വരേണ്ടവര് വരും. അതിൽ മോഹനേട്ടൻ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരുന്നുണ്ടല്ലോ. അച്ഛനെ സ്നേഹിക്കാത്ത ഇവന് ഞാൻ വെച്ചിട്ടുണ്ട്. മാറിയാതെ ഈ കേസ് ഒതുക്കിയേ പറ്റൂ. നമസ്കാരം സർ. നമസ്കാരം. വക്കീലിനെ കാണാവുന്നാവും. അതെ സർ, കേസിന്റെ ഫയലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാം. പക്ഷേ ഇതൊന്നും കൊണ്ട് ഒരു വിശേഷവും കാണുന്നില്ല. തന്നെ പോലുള്ള അലവലാദികളുടെ കേസ് വാദിക്കലല്ല എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമയുടെ ജോലി. താനെന്താ എന്റെ ഭാര്യ പറ്റി കേട്ടിരിക്കുന്നത്? സാർ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയൂ. ഇത് എന്റെ വീടാണ്. ഇവിടെ ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ ഇഷ്ടമല്ലാതെ ഇവിടെ വന്ന് എന്റെ ഭാര്യയെ കൊണ്ട് കേസ് വാദിപ്പിക്കാനുള്ള മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. നോക്ക് സാറേ, ഞാൻ ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞ ഇറങ്ങിക്കൊള്ളാം. ഇനിയിപ്പോ വക്കീൽ ഓഫീസ് ചെന്ന് ഞാൻ അറിയാതെ വക്കാലത്ത് ഒപ്പിടിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അത് വെറുതെ നോക്ക്. ഞാനാള് മഹാപെശക. ഇനി മേലിൽ താൻ എന്റെ ഭാര്യയെ വഴിയിൽ വെച്ച് കാണുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ വലിയ പ്രശ്നമാവും. പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ. ഈ കാര്യം ഭാമയോടെങ്ങാനും വിളിച്ചു പറഞ്ഞാൽ തന്റെ ഈ 2 കൈയും 2 കാലും ഞാൻ അല്ല വേണ്ട ആളെ വെച്ച് നല്ലിക്കും. ഈ പ്രദേശത്തുള്ള എല്ലാ ഗുണ്ടകളും എന്റെ വലിയ സുഹൃത്തുക്കളാ. തലവിടാ നോക്ക്. ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ. ആരാണ്? എന്താ മോഹനകൃഷ്ണ, തനിക്ക് എന്റെ ശബ്ദം കേട്ട് ഓർമ്മ വരുന്നില്ലേ? എടോ, ഞാൻ ഏലിയാസാ, ഡെപ്യൂട്ടി തഹസിൽദാർ. ക്ഷമിക്കണം സാർ, സാറിന്റെ ശബ്ദം കേട്ട് മനസ്സിലായില്ല പെട്ടെന്ന്. കൊള്ളാം. പിന്നെ എന്തൊക്കെയുണ്ട് മോഹനകൃഷ്ണ വിശേഷങ്ങള്? സുഖായിരിക്കുന്നു. ഞാൻ കുറച്ചു മുമ്പും ഭാമയോട് സാറിനെ പറ്റി പറയുകയായിരുന്നു. എന്നെ പറ്റിയോ? അതെ. അല്ല, സാറിനെ പോലെ സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ കീഴിൽ ജോലി ചെയ്യാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുകയായിരുന്നു. താനിങ്ങനെ ആവശ്യമില്ലാതെ എന്നെ പോഴ്ത്തി എന്നെ കൂടി വഷളാക്കല്ലേ. ഞാൻ വിളിച്ചത് തന്റെ ഒരു സഹായം ചോദിക്കാനാ. എന്റെ സഹായോ? സാറിനോ? അതെ, എന്റെ ഒരു വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുണ്ട്, രാമൻകുട്ടി. അവന്റെ ഒരു കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടാ ഞാൻ വിളിക്കുന്നത്. രാമൻകുട്ടിക്ക് സത്യഭാമയെ കൊണ്ട് തന്നെ കേസ് വാദിക്കണമെന്ന് നിർബന്ധമാണ്. നേരിട്ട് ചെന്നാൽ എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കിയാലോ എന്ന് വെച്ച് എന്നെ വിളിച്ചു. ഞാനൊന്ന് ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിനെന്താ സാർ, സാറ് പറഞ്ഞു വിടുന്ന ഒരാളുടെ കാര്യം ഞാൻ പിന്നെ ഏൽക്കാതിരിക്കോ? ഞാൻ ഭാമയോട് പറഞ്ഞോളാം. ഭാമയൊന്ന് കാണാൻ പറഞ്ഞാൽ മതി. ആളങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇപ്പൊ തന്റെ വീട്ടിലെത്തി കാണും. വിളിക്കാൻ ഞാൻ മറന്നുപോയി, അതാ പറ്റിയത്. പേരെന്താ പറഞ്ഞത്? രാമൻകുട്ടി. എന്ത് പ്രായം ഉണ്ടാവും സാർ? ഒരു 10-35 വയസ്സ് വരും. ബൈക്കിലായിരിക്കും വരുന്നത്. അയ്യോ ഭഗവാൻ. എന്താ മോഹനകൃഷ്ണ? ഞാൻ സാറിന് തിരിച്ചു വിളിക്കാം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അയ്യോ രാമൻകുട്ടി, രാമൻകുട്ടി പോകല്ലേ?
സുധാരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെയാ ആനന്ദ്, ഞാനൊരു ഉച്ചയാകുമ്പോ അതുവഴി വരാം. രാവിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എന്റെ സ്കൂട്ടർ വഴിയിൽ വെച്ചത് കേടായി. അത് നന്നാക്കാൻ വർക്ക്ഷോപ്പിലെ വിജയം വരണം. അവനെ പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതെ, മോഹനൻ സാറല്ലേ വരുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഹലോ സുധാരൻ ചേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. സാറേ സാറ് എന്തോ നീ വാണം വിട്ടാണ് ഓടുന്നത്? ഇതിലെ പിന്നെ ഒരുപാട് പേര് പോയി. എന്ത് സാറേ പ്രശ്നം? ബൈക്കിൽ പോയോ? ബൈക്കിൽ ഒരാൾ പോയി, ഒരു പാന്റ് ഷർട്ടും ഒക്കെ ഇട്ടാ. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ആരാണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അയാളെങ്ങോട്ടാ പോയോ? അങ്ങോട്ട് പോയി. ഇല്ലേ സാറിതിപ്പോ എങ്ങോട്ട് പോകുന്നത്? ആരാണ് അയാള്? ഡെപ്യൂട്ടി തഹസിൽദാർ ഏലി സാർ പറഞ്ഞിട്ട് ആളാ. എനിക്ക് ആള് മനസ്സിലായില്ല. അയാളെ എങ്ങനെ കണ്ടുപിടിച്ചേ പറ്റൂ? അല്ല, അതിന് ബൈക്കിന് പറയാൻ സാർ ഓടിച്ച് വല്ല കാര്യമുണ്ടോ? സ്കൂട്ടർ എടുത്തോ, വണ്ടി ഓടിച്ചോ, തുടങ്ങിക്കോ. അല്ല സാർ, അതൊരു പ്രശ്നമുണ്ട്. സ്കൂട്ടർ കേടാണ്. ഞാൻ വിജയന്റെ വർക്ക്ഷോപ്പിൽ വിളിച്ച ആളിനെ വരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഒരാവശ്യത്തിന് ഉപയോഗിക്കാൻ സാർ, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. സാർ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ. അയാൾ നേരെ ഏലിയ സാറിന്റെ അടുത്ത് പോയാൽ എന്റെ മാനം പോവും. സാർ അയാളുടെ അടുത്ത് വല്ലതും പറഞ്ഞ? ചെറുതായിട്ട്. ഞാൻ പറഞ്ഞ അയാൾ ഏലിയ സാറിന്റെ അടുത്ത് പറഞ്ഞ. അയ്യോ സാർ, ഒരു കാര്യം, സാർ ഇപ്പൊ ബൈക്കിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ എന്തായാലും എത്താൻ പറ്റില്ല. അപ്പൊ അതിനേക്കാളും നല്ലത് സാർ ഏലിയ സാറിനെ ഫോൺ ചെയ്ത് കാര്യം പറയുന്നില്ലേ? ആള് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് സാറിന് ക്ഷമ പറഞ്ഞാൽ പോരെ. എന്നാ ഫോൺ. ഏലിയ സാറിന്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അറിഞ്ഞൂടാ. എന്റെ നമ്പർ വീട്ടിലുണ്ട്. അയാള് സാറിന്റെ അടുത്ത് എനിക്ക് വീട്ടിലെത്തണം. അയ്യോ സാറേ, സൂക്ഷിച്ചു പോണം കേട്ടാ. ദേഹാനങ്ങാത്തൊരു മനുഷ്യനാണ്. എന്താവോ എന്തോ. ഹലോ, അതെ സത്യഭാമയാണ്. പറയൂ. ശരി, എന്തായാലും ഇപ്പൊ വിളിച്ചത് നന്നായി. ഞാൻ വിദ്യ വിളിച്ച് കേസിന്റെ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കാൻ പറയാൻ തുടങ്ങുമായിരുന്നു. അതെ. ഇതെവിടെ പോയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കിയല്ലോ. എന്തിനാ? അത്യാവശ്യം ഫോൺ വിളിക്കാനുണ്ട്. അല്ലല്ലേ, അതിവിടെ പറഞ്ഞത്. ശരി, അപ്പൊ ഞാൻ പിന്നെ വിളിച്ചോളാം. അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നം തൽക്കാലത്തേക്ക് അവസാനിച്ചു. ഇനി കേസിന്റെ കാര്യം പിന്നെ നോക്കാം. ഇതെന്താ നോക്കണേ? ഡെപ്യൂട്ടി തഹസിൽദാർ ഏലിയ സാറിന്റെ നമ്പർ ഞാൻ ഇവിടെ വെച്ചിരുന്നു. എവിടെ? നീ എടുത്ത് കളഞ്ഞോ? ഞാൻ എന്തിനാ എടുത്തു കളയുന്നത്? മോനോട് എഴുതി വെച്ചിട്ട് നോക്ക്. നമ്പർ എവിടെ? ഏലിയ സാറിനെ വിളിച്ച് മാപ്പ് പറയാനാ? അല്ല, ഡെപ്യൂട്ടി തഹസിൽദാരെ പറഞ്ഞു വിട്ട ആളെ ചീത്ത വിളിച്ച് ഓടിച്ചു വിട്ടതല്ലായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും വിളിച്ച് മാപ്പ് പറഞ്ഞല്ലേ പറ്റൂ. നിന്നോട് ആര് പറഞ്ഞു? അയാള് പറഞ്ഞു. അയാളോ? മോഹനേട്ടൻ അയാളെ വിരട്ടിയിട്ട് ഇങ്ങോട്ട് കയറി പോന്നില്ലേ? എന്ത്? എന്റെ പേര് രാമൻകുട്ടി എന്നാ. ഡെപ്യൂട്ടി തഹസിൽദാർ ഏലിയ സാർ പറഞ്ഞിട്ട് വന്നതാ. മോഹനേട്ടനെ കാണാനാ? ഒരു കേസിന്റെ കാര്യത്തിനാ വക്കീലിനെ കാണാനാ വന്നത്. ഏലിയ സാറ് മോനേഷ സാറിനെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ സാറ് ചൂടായി. ചൂടായോ? എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ എന്റെ കാല് തന്നെ ഒടിക്കുന്ന പറഞ്ഞ്. ഇമാതിരി കേസുമായി ഇനി ഇവിടെ വരരുതെന്ന് പറഞ്ഞു. ഏലിയ സാറ് പറഞ്ഞിട്ടാ വന്നെന്ന് പറഞ്ഞില്ലേ? അതൊന്നും പറയാൻ സാർ സമ്മതിച്ചില്ല. എന്നെ കണ്ട പട കയറി ഉടക്കി. അയ്യോ സോറി, മോഹനേട്ടൻ ആള് മാറിയതാ. എന്തായാലും ഫയൽ തന്നോളൂ, ഞാൻ നോക്കിട്ട് വിളിച്ചോളാം. ഓ ശരി. എങ്കിൽ പിന്നെ പൊയ്ക്കോളൂ. ഇനി എന്തായാലും ഉണ്ടെങ്കിൽ വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ഓ ശരി. ഫയലും വാങ്ങിക്കൊണ്ട് ഞാൻ വന്നപ്പോഴേക്കും മോഹനേട്ടനെ കാണാനില്ല. ഇവിടെ മുഴുവനും ഞാൻ നോക്കി. ഇത് എവിടെ പോയിരിക്കുന്നു? ഞാൻ കാറ്റുള്ള വെളിയിൽ പോയിക്കായിരുന്നു. കാറ്റുള്ള ആളുകൾ ഇങ്ങനെ വീർക്കൂ? വിളിച്ചപ്പോ എനിക്ക് അബദ്ധം മനസ്സിലായത്. ഞാൻ രാമൻകുട്ടിയെ കണ്ടുപിടിക്കാൻ പോയതാ. എന്നിട്ടോ? അയാള് വൈകി പോയി. ഞാൻ പിന്നെ ഓടിയെത്തോ?
ഇമാതിരി എടുത്തുചാട്ടം കൊണ്ട് എന്റെ മോഹനേട്ടൻ ആപ്പിലാവുന്നത് എത്രാമത്തെ തവണയാ മോനേട്ടാ? എന്നാലെങ്കിലും എന്റെ മോഹനേട്ട പഠിക്കുവോ? പഠിക്കൂല. ഇനി ഇത് തന്നെ മോഹനേട്ടൻ ചെയ്യും. ഇല്ല, നാളെ മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ചും ശ്രദ്ധയോടും ചെയ്യൂ. അത് ഞാൻ തീരുമാനിച്ച. നീ വെറുതെ ഇരിക്കണ്ട, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. നീ നോക്കിക്കോ, നാളെ മുതൽ ഒരു പുതിയ മനുഷ്യനായിരിക്കും ഞാൻ. അയ്യോ മോനേഷ സാറ്. വലിയ ആലോചനകൾ വടികുത്തി പിരിയുന്നത് ഇങ്ങനെയൊക്കെയാണ്. വില്ലേജ് ഓഫീസറുടെ കണക്കുകൾ തെറ്റിപ്പോകുന്നത് ആദ്യമായിട്ടല്ലാത്തത് കൊണ്ട് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇത് നേരം പോക്കാണ്. ഒട്ടും നേരം പോക്കല്ലാത്ത ആ പുതിയ കാര്യങ്ങളുമായി കാര്യം നിസാരം തുടരുന്നു.